الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഏവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ നിരവധി അത്യാചാരങ്ങൾ ആഘോഷത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി തുടങ്ങിവെച്ചിട്ടുള്ള ഈ കാലത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു, സാറേ, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുത്തു പോയതിന്റെ പേരിൽ നമുക്കിനി എന്താണ് ചെയ്യാൻ സാധിക്കുക? പങ്കെടുക്കുമ്പോൾ അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. പങ്കെടുത്തു പോയതിന്റെ പേരിൽ നമുക്ക് ഇനി അത് പുറത്തു കിട്ടാൻ എന്താണ് ചെയ്യുക? വളരെ പ്രായം കുറഞ്ഞ കൗമാരക്കാരിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധങ്ങളായ തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയും ചില മക്കളുണ്ട് എന്നത് തിരിച്ചറിയാനാണ് ഈയൊരു സംഭവം പറഞ്ഞ് തുടങ്ങിയത്. നൊന്തു പ്രസവിച്ച മാതാവിനെ ലഹരിയുടെ ഭ്രാന്തിൽ കൊന്നൊടുക്കിയ മകന്റെ വാർത്ത, 10ാം ക്ലാസ്സുകാരിയായ സഹപാഠി ഗർഭിണിയായപ്പോൾ അതിന്റെ ഉത്തരവാദി ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ പിടിക്കപ്പെട്ടത് കൂടെ പഠിക്കുന്ന 10ാം ക്ലാസ്സുകാരൻ. അക്ഷരമുച്ചരിക്കാനറിയാത്ത, പേന പിടിക്കാനറിയാത്ത, കൈകളിൽ പേന തന്ന് അക്ഷരം വായിപ്പിച്ചു പഠിപ്പിച്ച് കൂട്ടാനും കുറക്കാനും ഹരിക്കാനും ഗുണിക്കാനും
സംസാരിക്കാനും പഠിപ്പിച്ച അധ്യാപകന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് കൊലവിളി നടത്തുന്ന, ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു തലമുറ അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ പക്വതയും പാകതയും വിവരവും വിദ്യാഭ്യാസവും ലക്ഷ്യബോധവും ധാർമ്മിക രംഗത്ത് സൂക്ഷ്മതയുമുള്ള മക്കളെ എങ്ങനെ വാർത്തെടുക്കാമെന്നതിനെക്കുറിച്ച് നാം കൂലങ്കുശമായി ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. മുന്നിൽ അധാർമികതകൾ കാണുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള മിനിമം റൈറ്റ് പോലും അധ്യാപകർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സാറിന്റെ പണിയെടുത്താൽ മതി, ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് ഇത്തിരിപ്പോന്ന മക്കൾ പ്രായത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥാനത്തിനും എത്രയോ ഉയർന്ന അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയുന്ന കാലം. അധ്യാപകനെ വെട്ടിനുറുക്കിയാലും കുട്ടിയുടെ പക്ഷം പിടിച്ച് വാദഗതികൾ ഉന്നയിക്കുന്ന ഒരു നശിച്ച തലമുറയെ വളർത്തിയെടുക്കാനുള്ള ഗൂഢാലോചനകളും തന്ത്രങ്ങളും മെനയുന്ന ലിബറലിസ്റ്റുകൾ ഈ സമുദായത്തെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈകളിലാണ് ഇവിടുത്തെ സിനിമാ ലോകം, അവരുടെ കൈകളിലാണ് ഇവിടുത്തെ മീഡിയ, അവരാണ് ഫാഷനും മോഡലും ട്രെൻഡും ഈവൻ സംസാരങ്ങളുടെ സ്ലാങ് പോലും തീരുമാനിക്കുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നവരോട് അവർക്ക് വെറുപ്പാണ്. ഉപദേശങ്ങൾ അവർക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. നന്മയെക്കുറിച്ച് ആരെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർ കാലം തിരിയാത്തവരും പുരോഗമനത്തിന് എതിരായവരുമൊക്കെയായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് നാം പോറ്റി വളർത്തുന്ന മക്കൾ നമ്മുടേതാകണം. അവർ നാം ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ മതപരമായിട്ടും ഭൗതികമായിട്ടും ഉയരണം. അതിനെന്താണ് വഴി? ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കിയിടത്തോളം നമുക്ക് മനസ്സിലാകുന്നത് പാരന്റിംഗ് എന്നത് ആ ഒരു ഉത്തരവാദിത്വമായി ആരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. മക്കളുണ്ടാകുന്നുണ്ട്, മക്കൾക്ക് വേണ്ട വീടും താമസവും സൗകര്യങ്ങളും പാഠപുസ്തകങ്ങളും ബാഗും അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്, അവരെ എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് വലിയ പടച്ചറബ് ഏൽപ്പിച്ചൊരു അമാനത്താണ്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു പരീക്ഷണത്തെ പരീക്ഷണമായി ഏറ്റെടുക്കാനും പടച്ചറബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ദൗത്യം ഊ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ആ ദൗത്യം. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതി വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ, ഒരു ഭർത്താവ്, ഒരു കുടുംബത്തിലെ പിതാവ് അയാളുടെ കുടുംബത്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അയാൾ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള മക്കളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇതൊരു ഉത്തരവാദിത്വമായി നിർവഹിക്കുന്ന ആളുകൾ എത്രത്തോളമുണ്ട്? ചിലരൊന്നും കണ്ടാൽ തോന്നൂല. കാരണം അവരുടെ മക്കൾ എന്ത് ധരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, ഫോണിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല, അവർക്ക് അറിയുകയും വേണ്ട. ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ അധ്വാനിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ക്യാഷ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഉമ്മ മാത്രമല്ല ഉപ്പയും, ഉപ്പ മാത്രമല്ല ഉമ്മയും. ഭൗതിക കാര്യത്തിൽ ഉമ്മമാർക്ക് നല്ല ശ്രദ്ധയായിരിക്കും, മതകാര്യത്തിൽ ഒരുപക്ഷെ ഉപ്പയ്ക്കായിരിക്കും ശ്രദ്ധ. നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. രണ്ട് കാര്യത്തിലും ശ്രദ്ധ ചെലുത്തും വിധത്തിൽ ഇതൊരു ഉത്തരവാദിത്വമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, എന്താണ് കൊടുക്കാതെ പോയത്? ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് ഒരു വീടിന്റെ പിന്നാമ്പുറത്തൊരു മൂർഖം പാമ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിർഭയത്വത്തോടുകൂടെ ഉമ്മക്ക് കിടന്നുറങ്ങാം. പക്ഷെ ആ വീട്ടിലൊരു കത്തിയില്ല, ഒരു കോടാലിയില്ല, ഒരു ബ്ലേഡ് പോലുമില്ല. എന്തേ?
എന്തേ? ആ ഉമ്മക്ക് അത്താണിയാകാൻ പാകത്തിന് പറ്റിയ ഒരു മകനുണ്ട്. അവന് കാരണത്താൽ ആ വീട്ടിലൊരു ചെറിയ ആയുധം പോലുമില്ല. പരിചയമില്ലാത്ത അയൽവാസികൾ അറിയാതെ കൊടുത്തുപോയ കത്തിയെടുത്ത് സ്വന്തം ഉമ്മയെ കുത്തിക്കൊല്ലുമ്പോൾ സഹോദരന്മാരെ എന്താ കൊടുക്കാതെ പോയത്? അതുകൊണ്ട് ഭൗതികമായി വളരട്ടെ, ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വളരട്ടെ, വളരുന്ന തലമുറക്കനുസരിച്ച് അതിൽ ലയിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലയിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ലയിക്കാൻ വിട്ടിട്ടില്ല. കാരണം പടച്ചോനറിയാം നമ്മളെ ലയിക്കാൻ വിട്ടാൽ എന്ത് സംഭവിക്കും. തിന്നോ കുടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പോലും ലിമിറ്റ് നിശ്ചയിച്ചത് എന്തിനാണ്? നമ്മെ ആ ഒരു വഴിയിലേക്ക്, ഹലാലായ വഴിയിലേക്ക് പൂർണ്ണമായി ഇറക്കി വിട്ടാൽ നമ്മൾ പിന്നെ ഈ വഴിക്ക് കിട്ടൂല. പടച്ചോനല്ലോ അറിയാം. കാരണം പടച്ചോൻ അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യത്തിലും ഭൗതിക കാര്യത്തിലുമൊക്കെ നമ്മുടെ മക്കളെ ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. നിങ്ങളെ മകനല്ലേ ആ പോണ്? ആണോ? ഓൻ തന്നെയാണോ? സംശയമുണ്ട്. നമ്മളെ മകന്റെ മുഖത്തു നോക്കിയിട്ട് ദിവസങ്ങളായി ഉണ്ടാവും. ഓന്റെ തൊലിയിലൊന്ന് തൊട്ടിട്ട് ദിവസങ്ങളായി ഉണ്ടാവും. ഓനോടൊന്ന് മുഖാമുഖം നോക്കി സംസാരിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? മനസ്സിൽ സങ്കടം വന്നപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു, സങ്കടം കൂടി, രാത്രിയായി. അവനവന്റെ റൂമിൽ പോയി കുറെ നേരം ഇരുന്നു. ആരോട് പറയാൻ? അച്ഛനുണ്ടപ്പുറത്ത്, അമ്മയുണ്ടപ്പുറത്ത്, ആരും മുഖാമുഖം നോക്കി സംസാരിക്കുന്നില്ല. രാത്രി നട്ടപ്പാതിര നേരത്ത് ടെൻഷൻ കൂടി അവൻ ഒരു കയറെടുത്ത് അവന്റെ വീടിന്റെ മേൽക്കൂരയിൽ തൂങ്ങി മരിച്ചു. ആരോട് പറയാൻ? അതുകൊണ്ട് മക്കളെ നോക്കാനും അവരുമായി സംസാരിക്കാനും ഇതൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറായില്ലെങ്കിൽ നശിച്ചു പോകും നമ്മുടെ മക്കൾ. നിർവഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം പോരാ, നിർവഹിക്കണം. അമാനത്ത് നിർവഹിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം പോരാ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ്. ഭാര്യ ഭർത്താവിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുമ്പോൾ ഭർത്താവ് പറയണത് ഞാൻ എന്താണ് അവൾക്ക് ചെയ്തു കൊടുക്കാത്തത്? അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ലേ? ഞാൻ എന്താണ് അയാൾക്ക് ചെയ്തു കൊടുക്കാത്തത്? അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. എന്റെ മക്കൾക്ക് എന്തിന്റെ കുറവാണിവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കണം, അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു അമാനത്തായി ഏറ്റെടുക്കണമെന്നാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോടും പറയണം. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണ്. അത് ആരാനും മേയാനുള്ളതല്ല, മറ്റൊരുത്തിന് നയിക്കാനുള്ളതല്ല, അവന്റെ തോന്നിയാസത്തിന് മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. പാത്തും പതുങ്ങിയും ബൈക്കെടുത്ത് കൊണ്ടുപോയിട്ട് അവന് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ലോഡ്ജ് മുറിയെടുത്ത് സുഖിച്ച് തിരിച്ചടക്കാനുള്ള ഒരു ഡിസ്പോസിബിൾ മെറ്റീരിയൽ അല്ല നമ്മുടെ മക്കൾ. നമുക്ക് വാല്യബിളാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. രണ്ടാമത്തെ കാര്യം തരങ്ങള് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. കുട്ടിണ്ടാണീന്റെ മുമ്പേ പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, ഒരു സ്വാലിഹായ കുട്ടിയെ നീ എനിക്ക് നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ. ത്വയ്യിബായ ഒരു കുട്ടിയെ നീ എനിക്ക് നൽകണമേ. മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ ഇബ്രാഹിം നബിയും സക്കരിയ നബിയും പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ എടുത്തു കൊടുക്കുക. സ്വാലിഹായ കുട്ടിയെ. എന്തിനാ സ്വാലിഹായ കുട്ടി? എന്തെങ്കിലും കുട്ടിയായിട്ട് കാര്യമല്ല, സ്വാലിഹായ കുട്ടിയാവണം. നിനക്ക് തൃപ്തിപ്പെട്ട കുട്ടിയാകണം. നല്ല സൽസ്വഭാവമുള്ള കുട്ടിയാകണം. എന്തിനാ സ്വാലിഹായ കുട്ടി? മരിച്ചാൽ ഖബറിലേക്ക് നമുക്ക് ഗുണം ചെയ്യുന്നത് ആരാ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. സ്വാലിഹായ കുട്ടി, ഓനെ കൊണ്ടേ നമുക്ക് ഉപകാരമുള്ളൂ. മനസ്സിലായില്ലേ? സ്വാലിഹായ കുട്ടിയെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ, കുട്ടിയായിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് സ്വാലിഹായ കുട്ടിയെ തരണമെന്ന് ചോദിക്കുന്നത്. ഖുർആനിൽ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്റെ മക്കളിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് നീ കൺകുളിർമയുണ്ടാക്കണമേ. ദുരന്തങ്ങൾ എന്റെ മക്കളെ കൊണ്ടുപോയി ഇടല്ലേ. അവർക്ക് ഇൽമും ഈമാനും തഖ്വയും ഉയർച്ചയും നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പിതാവിന്റെ മാതാവിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് അനുകൂലമാണെങ്കിലും പടച്ചോൻ കേൾക്കും, പ്രതികൂലമാണെങ്കിലും പടച്ചോൻ കേൾക്കും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് രക്ഷിതാക്കളായി നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. മക്കളിൽ കൺകുളിർമയുണ്ടാകാൻ ഏറ്റവും വലിയ കാര്യം ദീനാണ് എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മക്കളിൽ കൺകുളിർമ കിട്ടാൻ മക്കള് പ്രതിമാസം നമുക്ക് ഒരു വലിയ സംഖ്യ അക്കൗണ്ടിലിട്ടിട്ട് കാര്യമില്ല. മറിച്ച് ആ മക്കളിൽ ദീനുണ്ടാകുന്നതിനേക്കാൾ വലിയ കൺകുളിർമയുള്ള വേറൊരു കാര്യമില്ല എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം ളുഹറിന്റെ മുമ്പ് കിടക്കാൻ പോവാ. അപ്പൊ മകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങാൻ പോവാണോ ചോദിച്ചു. അതേ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും അവരുടെ
പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വന്നാൽ ആരാണ് അവർക്ക് വിധി നിശ്ചയിച്ചു കൊടുക്കുക, നിർണയിച്ചു കൊടുക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറക്കമൊഴിച്ചു, അതുകൊണ്ട് അല്പനേരം ഉറങ്ങിയിട്ട് ളുഹറിന് ശേഷം ഞാൻ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കും. മകൻ ചോദിക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കും മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ? മകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പ്രാർത്ഥിക്കണം, അൽഹംദുലില്ലാഹില്ലദീ അഖ്റജ മിൻ സുൽബി മൻ യുഈനുനി അലാ ദീനി. എന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ എന്റെ മുതുകിൽ നിന്ന് പടച്ചോനെ നീ എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. മക്കളിൽ കൺകുറമണ്ടാണെങ്കിൽ ദീന് വേണം, ദീനിന് നമ്മെ സഹായിക്കുന്ന മക്കളാകണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ സൂക്ഷിക്കണേ പടച്ചോനെ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാഹ് വമിൻ ദുർരിയതി. എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കി മാറ്റണേ. അപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുക, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ തരങ്ങള് സ്നേഹവും കരുണയും വാത്സല്യവും അവരിൽ ഉണ്ടാവുക. റസൂലുള്ള മക്കളെ ചുംബിച്ചു. അഖ്റ ഇബ്നു ഹാബിസ് നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾ ചുംബിക്കുകയാണോ മക്കളെ? ഞാൻ ചുംബിക്കാറില്ല, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ അവരെ ചുംബിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അവ അംലികു ലക അൻ നസ്അ അല്ലാഹു മിൻ ഖൽബിക റഹ്മ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം ഊരിയെടുത്താൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനാവണം, അവരോട് വാത്സല്യം കാണിക്കാനാവണം, അവരോട് കരുണ കാണിക്കാനാവണം, ആൺ പെൺ വ്യത്യാസമില്ലാതെ മക്കൾക്കിടയിൽ നീതി പാലിക്കാനാകണം. അങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ സഹോദരന്മാരെ, മക്കൾ നമ്മുടെ മക്കളായി, നമ്മോട് സ്നേഹമുള്ളവരായി, നമ്മോട് കൂറുള്ളവരായി കൂടെയുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. നബി സ്വകാര്യം പറഞ്ഞപ്പോ, വീണ്ടും റസൂൽ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞപ്പോ ഫാത്തിമ ചിരിച്ചു. ചോദിക്കപ്പെട്ടു, എന്തിനാണ് കരഞ്ഞത്? ഉപ്പ പറഞ്ഞു, മോളെ ഞാൻ മരിക്കുകയാണ്. അതെനിക്ക് താങ്ങാനായില്ല. എന്തിനാണ് ചിരിച്ചത്? ഉപ്പ പറഞ്ഞു, മോളെ, അഹ്ലു ബൈത്തിൽ നിന്ന് ആദ്യമായി എന്നെ അനുഗമിക്കുന്നത് നീയായിരിക്കും മോളെ. അതായത് അഹ്ലു ബൈത്തിൽ നിന്ന് ആദ്യം മരിക്ക നീയായിരിക്കുന്നതാണ്, എനിക്ക് ശേഷം ആദ്യം മരിക്ക നീയായിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്, എനിക്കെന്റെ ഉപ്പയിലേക്ക് ചെന്ന് ചേരാമല്ലോ. അതാണ് സുഹൃത്തുക്കളെ ആത്മബന്ധം. എന്തിനാ ആത്മബന്ധത്തിന് കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരികയാണ്. ഫാത്തിമയെ റസൂലുള്ള വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് പിഞ്ചുമക്കളെ വാത്സല്യത്തോടെ കളിപ്പിക്കുന്നത് പോലെ ഫാത്തിമയെ റസൂലുള്ള കളിപ്പിക്കുകയാണ്. ഫാത്തിമയുടെ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. ഫാത്തിമയുടെ ഭർത്താവ് നല്ലൊരു ഭർത്താവിനെ തെരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അവരുടെ ജീവിത പ്രതിസന്ധിയിൽ പ്രവാചകൻ കൈത്താങ്ങാവുകയാണ്. ഫാത്തിമ മുസ്ലിം സ്ത്രീകളുടെ, സ്വർഗ സ്ത്രീകളുടെ നേതാവാകാൻ മാത്രം ധാർമ്മിക ബോധമുള്ള, ദീനീബോധമുള്ള ഒരു പെണ്ണായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളർത്തുകയാണ്. അതുകൊണ്ട് വാത്സല്യവും സ്നേഹവും യഥേഷ്ടം നമുക്ക് കൊടുക്കാനാവണം. ഏറ്റവും വലിയ പ്രശ്നം തരങ്ങൾ, മക്കളെ നാം അറിയുന്നില്ല എന്നുള്ള. നമ്മൾ സ്നേഹിക്കണൊക്കെ ഉണ്ട്, പക്ഷേ മക്കളെ നാം അറിയുന്നില്ല. അതുകൊണ്ടാണ് വളരെ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് അവർ ഒരു പാർട്ട്നേഴ്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവർക്ക് നമ്മളുണ്ടായിരിക്കുക ഒരു പാർട്ട്ണർ? അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ, അവർക്ക് സന്തോഷം കിട്ടാൻ, അവരുടെ സങ്കടങ്ങളിൽ കൈത്താങ്ങാവാൻ. അന്തം വിട്ടുപോവും നമ്മൾ ചാറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇത്രയും കൊച്ചുപ്രായത്തിൽ ഇത്രയും വലിയ വർത്തമാനങ്ങൾ പറയാനും ഇത്രയൊക്കെ കെയർ ചെയ്യാനും സ്നേഹിക്കാനൊക്കെ ഇവന് കഴിയുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത്തിരിപ്പോന്ന ചെക്കന്മാർ അവർ നടത്തുന്ന ചാറ്റുകൾ. നമ്മളുണ്ടായിരിക്കെ എന്തിനാണ് മറ്റൊരുത്തനോട് വികാരം പറയേണ്ട ആവശ്യം? നമ്മൾ ആഗ്രഹങ്ങൾ പറയേണ്ട ആവശ്യം? അതുകൊണ്ട് സ്നേഹം അവർക്ക് വേണ്ട സംരക്ഷണങ്ങളായിട്ട്, അവരുടെ മനസ്സിനെ തൊട്ടറിയുന്ന രൂപത്തിലായിട്ട്, അവരുടെ വിഷമങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിലായിട്ട് പ്രകടിപ്പിക്കാൻ നമുക്കെല്ലാവർക്കുമാകണം. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
മോളെ പാലിൽ വെള്ളം ചേർക്ക്, എങ്കിലേ നമുക്കല്പം കൂടെ വരുമാനം വർദ്ധിക്കൂ. ഉമ്മ ഖലീഫ അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഈ രാത്രിയിൽ ഖലീഫ എങ്ങനെ അറിയാനാണ് മോളെ? ഉമ്മ ഖലീഫ അറിഞ്ഞില്ലെങ്കിലും ആകാശത്തിനുപരിയിൽ നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ മറുപടി എവിടെ നിന്നുണ്ടായതാണ്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹിനെക്കുറിച്ചുള്ള വിജ്ഞാനം. മക്കൾക്ക് നാം എല്ലാം കൊടുത്തു. ഒരുപാട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും നാം അതിനുവേണ്ടി ചിലവഴിച്ചു. സ്കൂളിന് പുറമെ ട്യൂഷനും മറ്റു പലവിധ ട്രെയിനിങ്ങുകളും പല വലിയ വലിയ കോഴ്സുകളുടെ ബേസ്മെന്റുമെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പണിതു. അവർക്ക് പടച്ച റബ്ബിനെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് പരലോകം ബോധ്യപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് നാം ദീന് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഒന്നും ഗുണം നമുക്കുണ്ടാവുകയില്ല. മഹാനായ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലമനൽ ഈമാൻ, റസൂലുള്ളാഹി ഞങ്ങളെ ഈമാൻ പഠിപ്പിച്ചു. ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ, ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈമാൻ പഠിപ്പിച്ചു തന്നു. പിന്നീട് ഞങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ ഞങ്ങളുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം നമ്മുടെ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുവെങ്കിൽ, ഭാവി തലമുറയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാം. ഇവിടെ നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, കോടതിയുണ്ട്. എന്നിട്ടും നിരന്തരമായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനെന്നും നിർവഹിക്കാൻ കഴിയാത്തത് വിശുദ്ധ ഖുർആനെ നിർവഹിക്കാൻ കഴിയും. കാരണം അത് പടച്ച റബ്ബിന്റേതാണ്. മനുഷ്യനെ പടച്ച റബ്ബിനാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാകുന്നത്, മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനാകുന്നത്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനാകുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇദാ ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അതാണ് ഈ ദീൻ. റസൂലുള്ളാഹ് 7 വയസ്സ് പ്രായമുള്ള ഇബ്നു അബ്ബാസിനെ തന്റെ വാഹനത്തിന്റെ പിന്നിലിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ യഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ച മോനെ, ഈ ഭൂമി, ഇതിന് മീതെയുള്ള എല്ലാം, ആകാശം, ആകാശത്തുള്ള കണക്ക് പറയാനാകാത്ത നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഗാലക്സികൾ, ഇതിനെല്ലാം കൂട്ടിമുട്ടലുകളില്ലാതെ നിയന്ത്രിക്കുന്നത് പടച്ച റബ്ബാണ്. കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജമാകുന്ന നിന്നെ നിന്റെ മാതാവിന്റെ ഗർഭത്തിൽ കൊണ്ടുപോയി വെച്ച് പടിപടിയായി ഇതിനെ പോറ്റി വളർത്തി അതിന് വേണ്ടതെല്ലാം നിർവഹിച്ചു കൊടുത്ത് പിന്നീട് ഭൂമിയിലേക്ക് നീ ജനിച്ചു വീണപ്പോ നിനക്ക് വേണ്ടതെല്ലാം നൽകിയ ഒരു റബ്ബുണ്ട്. ആ റബ്ബിനോടാണ് ലോകത്തെ ഏറ്റവും വലിയ കടപ്പാട് നിനക്ക്. മീഡിയക്കപ്പുറത്ത്, സിനിമാ താരങ്ങൾക്കപ്പുറത്ത്, കായിക താരങ്ങൾക്കപ്പുറത്ത്, ട്രെൻഡുകൾക്കപ്പുറത്ത് നീ ശ്വസിക്കുന്ന ഓക്സിജൻ ആരുടേതാണോ, നീ കുടിക്കുന്ന വെള്ളം ആരുടേതാണോ, നീ വസിക്കുന്ന ഭൂമി ആരുടേതാണോ, നിന്റെ ജീവിതത്തിന്റെ A to Z തീരുമാനിച്ചത് ആരാണോ, ആ പടച്ച റബ്ബിനെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ നമുക്ക് എവിടേക്കും പറഞ്ഞയക്കാം. കാരണം അവൻ ഭയപ്പെടുന്നത് ഉപ്പയെയല്ല, ഉമ്മയെയല്ല, നാട്ടുകാരെയല്ല, പോലീസിനെയല്ല, കോടതിയല്ല. അവൻ ഭയപ്പെടുന്നത് പടച്ച റബ്ബിനെയാണ്. ഹറാമായ ഒരു കാഴ്ചക്ക് പോലും അവൻ തയ്യാറല്ല. ഹറാമായ പ്രവർത്തനത്തിന് പോലും അവർ ചിന്തിക്കുന്ന പോലുമില്ല. കാരണം എന്റെ റബ്ബ് അറിയും എന്ന ആ ഒരു ബോധം അത് പഠിപ്പിച്ചു കൊടുക്കണം. ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, എല്ലാം നൽകിയ പടച്ച റബ്ബിന് സമന്മാരെ ഉണ്ടാക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ പാതകം. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കടുകുമണിയോളം നിസ്സാരമായ ഒരു കാര്യം നീ അത് പാറക്ക് മുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു, അല്ലെങ്കിൽ ആകാശത്ത് കൊണ്ടുപോയി നീ മറച്ചു, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും നീ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. യഅതി ബിഹല്ലാഹ്, പടച്ച റബ്ബ് കൊണ്ടുവരും മോനെ എന്ന ബോധമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് ഉപദേശം കൊടുത്തത്. വവസ്സാ ബിഹാ ഇബ്രാഹിം ബനീഹി വ യാഖൂബ്, യാഖൂബ് നബിയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയും മക്കളെ വിളിച്ചിട്ട് ചോദിക്കുക, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന മതമാണിത്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം.
ആകാശം നോക്കി, ഭൂമി നോക്കി, ബീച്ചിലേക്ക് പോയി അവിടെ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ച് ഐസ്ക്രീം നിന്ന് തിരിച്ചു പോരുമ്പോ ഒരു വാക്കെങ്കിലും പറയണം, ഈ കടല് നോക്കൂ, എത്ര അത്ഭുതമാണ്. ഇതെന്താണ് ചിന്തിപ്പോകാത്തത് ഈ വെള്ളം? ആരാണിതിനെ നിയന്ത്രിക്കുന്നത്? സൺസെറ്റ് കാണുമ്പോ സൂര്യനെ ചൂണ്ടിയിട്ട് പടച്ചറബിനെ പറഞ്ഞുകൊടുക്കാൻ, കടല് നോക്കിയിട്ട് പടച്ചറബിനെ പറഞ്ഞുകൊടുക്കാൻ, എല്ലാ നിഅമത്തുകളിലേക്കും ചൂണ്ടിയിട്ട് പടച്ചറബിനെ പറഞ്ഞുകൊടുക്കാൻ, വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, നഷ്ടങ്ങളിൽ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇതിനേക്കാൾ നല്ലൊരു വിജയം പടച്ചറബ് നിനക്ക് നൽകും, പ്രതീക്ഷ പഠിപ്പിച്ചു കൊടുക്കാൻ, ശുക്ർ പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലാഹുവിൽ മഹബ്ബത്ത്, സ്നേഹമുണ്ടാക്കാൻ, അള്ളാന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഖൗഫ്, ഭയമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നീ നമസ്കാരം കൽപ്പിക്കുക. മുറു സുബിയാനകും ബിസ്സലാ ലിസബ്ഇൻ വദ്രിബൂഹും 10. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സായാൽ നിസ്കാരം കൽപ്പിക്കണം. ഇസ്ലാമിന്റെ കൽപ്പനകൾ അവരെ പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ വിലക്കുകൾ അവരെ ബോധ്യപ്പെടുത്തണം. മകനെ, ലഹരി അത് ആസ്വാദനമല്ല, അത് പൈശാചികതയാണ്. പിശാചി പരസ്പരം ശത്രുതയുണ്ടാക്കാൻ, അടിയുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, നിന്നെ പരാജയപ്പെടുത്താൻ, നിന്നെ നശിപ്പിക്കാൻ അതിനുണ്ടാക്കിയതാണ് ഈ ലഹരി എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തി, ഇതൊക്കെ അവസരങ്ങളാണ്. ഓരോ വാർത്തകൾ വെച്ച് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. ജീവനേക്കാൾ സ്നേഹിച്ച ഒരുത്തനെ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. പഠിപ്പിച്ചു കൊടുക്കണം. അവിഹിതമായി കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങളുടെ ഇൻസെക്യൂരിറ്റി, സുരക്ഷിതത്വമില്ലായ്മ എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരങ്ങളാണിതൊക്കെ. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരന്യ പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നിന്റെ തലയിൽ ആണിയടിച്ച് തറക്കലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ സ്ത്രീകൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാറില്ല, സ്ത്രീകളെ ഞാൻ സ്പർശിക്കാറില്ല. ഒരു നോട്ടം അനുവദനീയമാണ്. ആരാണ് അന്യർ, ആരൊക്കെയാണ് അന്യരല്ലാത്തവർ, അന്യരോട് എന്തെല്ലാം ആകാം, കുടുംബത്തോട് എന്തെല്ലാം ആകാം, ഇതൊക്കെ ആര് പഠിപ്പിക്കും? വസ്ത്രത്തിലെ മര്യാദകൾ ആര് പഠിപ്പിക്കും? അതിലെ ലോജിക്ക് ആര് പഠിപ്പിക്കും? എന്തിനാണ് അതിന് ആവശ്യകത എന്ന് ആര് പഠിപ്പിക്കും? ഈ ലിബറലിസം ഇത്രയധികം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, എന്തുമാർക്കും ആവാം എന്ന് പറയുന്ന കാലത്ത്, അങ്ങനെ ആയാലുള്ള പരിക്കെന്താണെന്ന് പഠിപ്പിക്കാൻ ആര് വരും? എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളണം, നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചോളണം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, രക്ഷിതാക്കളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന കൽപ്പന. എങ്കിൽ എല്ലാ മാതാവും എല്ലാ പിതാവും മതം പഠിച്ചോളണം, നല്ല രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല നിലക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് ഹലാലായത് പഠിപ്പിക്കാൻ, ഹറാമായത് കൃത്യമായി വ്യക്തമാക്കി കൊടുക്കാൻ. അതല്ലേ സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒരു കാരക്ക ഹസൻ എടുത്തു വായിലിട്ടപ്പോ റസൂലുള്ള വായിൽ കൈയിട്ട് കക്കിച്ച് കളയിപ്പിച്ചു ആ കുട്ടിയെ കൊണ്ട്. അല്ലേ? പഠിപ്പിക്കുകയാണ്. ഇത് നമുക്ക് പാടില്ല. ഇതൊരു ഭക്ഷണമാണ്, പക്ഷേ ഈ ഭക്ഷണം ഹറാമാണ്. ഇതിന് രസമുണ്ട് കേൾക്കാൻ, കൂടെ ചാടാൻ, കൂടെ ആടാൻ. പക്ഷേ നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് ക്രിസ്മസിന്റെ പിന്നിൽ? എന്താണ് ന്യൂ ഇയറിന്റെ പിന്നിൽ? എന്താണ് ഇത്തരം അനാചാരങ്ങളുടെ പിന്നിൽ? പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പം മുതൽക്കേ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ മക്കൾ ഇസ്ലാമിന്റെ വഴിയിലൂടെ വളരും. അതുകൊണ്ട് ആ ദീന് പഠിപ്പിക്കുക എന്ന ബാധ്യത നമ്മൾ വൃത്തിക്ക് നിർവഹിക്കണം. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം സഹോദരങ്ങളെ, നല്ല ചുറ്റുപാടുണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ചുറ്റുപാട്. അന്തരീക്ഷം മാറിയോ ആരും മാറും. അതിൽ കുട്ടി വൽപ്പൊന്നൊന്നുമില്ല, ആണ് പെണ്ണെന്നൊന്നുമില്ല, ആരും മാറും. അന്തരീക്ഷം മോശമായോ, ചുറ്റുപാട് മോശമായോ, ആരും പിശാചിന്റെ വലയിൽ വീഴും. അതുകൊണ്ട് റസൂൽ പറ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധന്മാരായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത്. പിന്നെ ആരാണ് അവനെ കേടുവരുത്തിയത്? അവന്റെ മാതാപിതാക്കൾ. അവരിലെ ശിർക്ക്, അവരിലെ അനാചാരം, അവരിലെ അബദ്ധങ്ങൾ, അവരിലെ തിന്മകൾ. മറിയമിനോട് നാട്ടുകാർ പറഞ്ഞല്ലേ, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. മറിയമേ, നിനക്കെന്തു പറ്റി? നിന്റെ മാതാവ് വിചാരണിയല്ലല്ലോ, നിന്റെ പിതാവ് മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ഒരാളല്ലല്ലോ. എന്താ അർത്ഥം? മാതാവും പിതാവും എന്താണോ അതിന്റെ കോപ്പിയാണ് മക്കൾ.
നമുക്ക് ലാഘവത്വമുണ്ടോ, നമ്മുടെ മക്കൾക്ക് അതിന്റെ 100 മടങ്ങ് ലാഘവത്വം ഉണ്ടാവും. നമ്മൾ ഹറാമിനെ ചെറുതായി കാണുന്നുണ്ടോ, നമ്മുടെ മക്കൾ ഹറാമിനെ പരിഗണിക്ക പോലും ചെയ്യില്ല. നാം എന്താണോ ചെയ്യുന്നത് നമ്മുടെ നിലപാടാണ് മക്കൾ. നമ്മൾ കൃത്യമായി ദീനിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വീട്ടിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പാടൂ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അവർ കേൾക്കാവൂ, കാണാവൂ. നല്ല അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കണം. പിന്നെ വീട്ടിൽ നിന്നിറങ്ങിയ നാട്ടിലാണ്. നാട്ടിൽ നമ്മുടെ മക്കൾ ആരുടെ തോളിലാണ് കൈവെക്കുന്നത്? പഠിച്ചേ പരിശോധിച്ചേ പറ്റുന്നത്തെ കാലത്ത് ഈ നല്ല കുട്ടിയെ കൊണ്ടുപോയിട്ട് വ്യഭിചാരിയാക്കിയതും കള്ളിന്റെ കഞ്ചാവിന്റെ MDMA സെയിൽസ്മാൻ ആക്കിയതുമൊക്കെ ആരാണ്? നമ്മളാണോ? നമ്മളല്ലാത്തൊരു വിഭാഗം ഇവിടെ കഴുകക്കണ്ണുമായി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ റാഞ്ചാൻ. മുസ്ലിം ഗർഭത്തിൽ തങ്ങളുടെ ബീജം നിക്ഷേപിക്കുക എന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയ സംഘടനയുടെ അജണ്ടയാണ്. എഴുതിച്ചോളി, നിന്റെ പേരിൽ എന്ത് ഭരിക്കണ്ടായാലും സഹിക്കും. അജണ്ടയാണത്. ആ അജണ്ടക്ക് കീഴ്പ്പെട്ട് എത്രയോ മുസ്ലിം പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവർ അവരുടെ ദീനിനെ നഷ്ടപ്പെടുത്തി. മനസ്സിലായില്ലേ? ദീൻ ഒഴിവാക്കി അവർ പോയി. അജണ്ടയാണത്. അതുകൊണ്ട് നല്ല കണ്ണും കാതും കൂർപ്പിച്ചേ പറ്റൂ. കുട്ടികൾ ആരോടൊപ്പം ചേക്കേറുന്നു, എന്ത് കാണുന്നു, എന്തെല്ലാം അനുഭവിക്കുന്നു, എവിടേക്കെല്ലാം പോകുന്നു, ഇത് കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം. സംശയിക്കണം എന്നല്ല, നിരീക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൗ കഹാമിൽ മിസ്ക് വനാഫിഖിൽ കീർ. നല്ലൊരുത്തന്റെ കൂടെ നടക്കുമ്പോ അതിന്റെ സുഗന്ധം. ഒരു സുഗന്ധ വിൽപ്പനക്കാരൻ എടുത്തു എന്നാൽ സുഗന്ധം ഉണ്ടാവും. ഇതുപോലെയാണ് നല്ല കൂട്ടുകാരൻ. നമ്മുടെ മക്കളുടെയൊക്കെ കൂട്ട് നല്ലതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മക്കൾ പഠിക്കുന്ന സ്ഥാപനം നല്ലതാണെന്ന് ഉറപ്പിക്കണം. അങ്ങനെ പോകണ്ട് വരുന്നുണ്ട്, അവിടെ എന്തൊക്കെയാ നടക്കുന്നത്, എങ്ങനെയൊക്കെയാ പഠിപ്പിക്കണേ, അവിടെ നടക്കുന്ന പരിപാടികൾ എങ്ങനെയൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം, ഉറപ്പിക്കണം. നമുക്ക് പറ്റിയത് മാത്രം നമ്മൾ സ്വീകരിക്കണം. അല്ലാത്ത കാര്യത്തിൽ പക്വതയോടെ ഹിക്മത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ, കുട്ടികൾക്ക് ജീവിക്കാൻ നല്ലൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മക്കളോട് 2 വാക്ക്. ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയല്ല നമ്മുടെ ജീവിതം. അവർ നമ്മെ നിർബന്ധിക്കുന്നത്, അവർ നമ്മെ നിയന്ത്രിക്കുന്നത്, അവർ നമ്മെ ഉപദേശിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. ഏറ്റവും അധികം അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. നമ്മളെക്കാൾ ജീവിത പരിചയമുള്ളതുകൊണ്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മെ ഉപദേശിക്കുന്നത്, അവർ നമ്മെ നിയന്ത്രിക്കുന്നത്. അവർക്കറിയാം ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന്. നമ്മുടെ കൊച്ചുബുദ്ധിക്ക് അത് ചിന്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം അനുസരിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ്. അവരുടെ സ്വപ്നങ്ങൾക്കാണ് വാല്യൂ, അവരുടെ ആഗ്രഹങ്ങൾക്കാണ് വാല്യൂ. അവരെ അനുസരിക്കുന്നതിലാണ് പുണ്യം. അവരുടെ സ്നേഹം നേടുന്നതിലാണ് പടച്ച റബ്ബിന്റെ സ്നേഹം. അവരുടെ പ്രാർത്ഥന കിട്ടിയാൽ തളരില്ല ഒരിക്കലും. വളർന്ന് 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 ഉയരങ്ങളിലെത്തും. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാൽ കീഴിൽ നാം ഉണ്ടായിരിക്കണം. എന്ത് സംഭവിച്ചാലും എന്റെ ഉമ്മയെയും ഉപ്പയെയും കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ടെന്ന് തീരുമാനിക്കാൻ, ആളുകൾ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമ്പോൾ ഉമ്മയെയും ഉപ്പയെയും ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്ന അധാർമികതക്കെതിരെ ഉറക്ക ശബ്ദമുയർത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരു കുടുംബമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പരിമിതമാണ് ആയുസ്, ഏത് സമയവും നഷ്ടപ്പെടാം. നഷ്ടപ്പെടുന്ന സമയം സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് യാത്ര പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ശീലിച്ചുപോയ എല്ലാ അബദ്ധങ്ങളെയും തിരുത്തി മാന്യമായ ജീവിതം നയിക്കാൻ അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ. നമുക്ക് ലഭിക്കപ്പെട്ട എല്ലാറ്റിലും അള്ളാഹു ബർക്കത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാവുൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.